ദൈവപ്രവൃത്തികൾ ഇനി ഒരു സാധ്യതയുമില്ല എന്ന് മനുഷ്യൻ പറഞ്ഞെടുത്താണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഈ വാക്കിനെ ഞാൻ ഇവിടെ റിലീസ് ചെയ്യുന്നു. ഇനി ഇതിനകത്തൊരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ആദ്യത്തെ വിടുതൽ കർത്താവ്. ഇനി ഇതിലൊരു ഡെലിവറൻസ് നടക്കുകയില്ല എന്ന് പറഞ്ഞതിനകത്തായിരിക്കും അവൻ ആദ്യത്തെ അത്ഭുതം. ഈ തലമുറ ഇനി നന്നാകുകയില്ല എന്ന് പറഞ്ഞതിന്റെ തലമുറയായിരിക്കും അവൻ സ്പർശിക്കുന്നത്. ഇനി ആ വഴി തുറക്കുകയില്ല എന്ന് പറഞ്ഞ വഴിയായിരിക്കും ഇന്ന് അവൻ തുറക്കുന്നത്. എന്താണ് വെളിച്ചം? ഇരുട്ടിൽ വെളിച്ചം വന്നാലുള്ള പ്രത്യേകത, ഇപ്പോൾ എല്ലാ വീട്ടിലും ഇൻവെർട്ടർ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, സോളാർ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള, ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് വീട്ടിൽ കറണ്ട് പോകുമ്പോൾ മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ കത്തിച്ച് വെക്കുമായിരുന്നു. ഇന്നും ചെയ്യുന്നവരുണ്ട്. പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറിയ എമർജൻസി ലൈറ്റുകളുണ്ട്. അത് കണ്ടിട്ടില്ലേ? ഒരു ചുമന്ന കളർ ഒരു എമർജൻസി ലൈറ്റ്, അത് കത്തിച്ച് വെക്കും, 2 ട്യൂബുള്ള സാധനം. ഇത് ഡൈനിങ് ടേബിളിന്റെ മേളിൽ കത്തിച്ച് വെച്ചാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാൻ പറ്റും. ഇതിന് ചുറ്റും ആ ദേശത്തുണ്ടായിരുന്ന മുഴുവൻ പക്കിയും പ്രാണിയും വണ്ടനും എല്ലാം ഈ ലൈറ്റിന് ചുറ്റും കാണും. കറണ്ട് വന്ന് എമർജൻസി ലൈറ്റ് എടുത്തോണ്ട് പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറെ പ്രാണികളെയും കൂടെ കിട്ടും. ഇതെല്ലാം കൂടെ എവിടുന്ന് വന്നു? എല്ലായിടവും ഇരുട്ടായിരിക്കുമ്പോൾ ഒരിടത്ത് വെളിച്ചം വന്നാൽ ആ വെളിച്ചത്തിലേക്ക് ചിലത് അട്രാക്റ്റഡ് ആവും. ഈ ഭാരതദേശത്ത്, ഈ ഇന്ത്യ എന്ന രാജ്യത്ത് അല്ല, ഞാൻ അവിടെ ഒതുക്കുന്നില്ല, ലോക രാജ്യങ്ങൾക്ക്, ദേശങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ആത്മാക്കൾ നിന്നിലേക്ക് ഒഴുകി വരുവാൻ, ദേശങ്ങൾ നിന്നിലേക്ക് ഒഴുകി വരുവാൻ, ജാതികൾക്കും ദേശങ്ങൾക്കും നിന്നെ ഒരു വെളിച്ചമാക്കി. എന്നെ കാണുന്ന ആത്മീക ശുശ്രൂഷ നിൽക്കുന്ന കർത്താവിന്റെ വേല ചെയ്യുന്ന കുടുംബങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ്, കർത്താവ് നിന്നെ ഒരു വെളിച്ചമാക്കി വെക്കട്ടെ. അതാ ദൈവത്തിന്റെ ആഗ്രഹം, അതാ കർത്താവിന്റെ ആഗ്രഹം. യേശു പറഞ്ഞു, I am the light of this world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല, ഇരുളിന് അവനെ കീഴടക്കാൻ കഴിയുകയില്ല. Believe that marvelous light inside me. ആ അത്ഭുത പ്രകാശം എൻ്റെ അകത്തുണ്ട്. ആ അത്ഭുത പ്രകാശം എന്നിൽ വസിക്കുന്ന കാരണത്താൽ ജാതികളുടെ ഇടയിൽ ഞാനൊരു വെളിച്ചമായിരിക്കും. എന്റെ ഭവനത്തിന് ഞാനൊരു വെളിച്ചമായിരിക്കും. ഞാൻ കട്ടിലിന്റെ കീഴിൽ, പറയിൻ കീഴിലിരിക്കുന്ന വിളക്കല്ല, ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തണ്ടിന്മേലിരിക്കുന്ന വിളക്കാണ്. ഓ ജീസസ്. എൽ ശദായ് സഭയോട് ഞാൻ പ്രവചിക്കുകയാണ്, എൽ ശദായ് കൂട്ടത്തോട് ഞാൻ പ്രവചിക്കുകയാണ്. ഈ 2026 സ്വർഗത്തിലെ ദൈവം നിന്നെ ദേശത്തിന് മധ്യേ ഒരു വെളിച്ചമാക്കി ഉയർത്തിപ്പിടിക്കും. രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാജാക്കന്മാർ, പ്രമാണിമാർ, കുടുംബങ്ങൾ, ജാതികൾ, ജീവിതം തകർന്നവർ, പണിയപ്പെടേണ്ടവർ, വിടുവിക്കപ്പെടേണ്ടവർ, കോടാനുകോടി ജനങ്ങൾ ഈ വെളിച്ചത്തിലേക്ക്, യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിടുതൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. 18-ാം സങ്കീർത്തനത്തിന്റെ 28-29 വാക്യങ്ങൾ. നീ എന്റെ ദീപത്തെ കത്തിക്കും. പറഞ്ഞേ, നീ എന്റെ ദീപത്തെ കത്തിക്കും. നീ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അത് പ്രകാശമാകുമ്പോൾ എന്ത് സംഭവിക്കും? നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. നീ എന്റെ ദീപത്തെ കത്തിക്കുമ്പോൾ
എന്റെ അന്ധകാരം പ്രകാശമാകുമ്പോൾ എന്റെ ദൈവത്താൽ ഇപ്പോൾ എന്റെ മുമ്പിൽ എന്നെ മുന്നോട്ട് വിടാതെ എനിക്ക് പരിധി വെച്ചിരിക്കുന്ന സകല മതിലുകളും നിന്റെ ആരോഗ്യ മേഖലയിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ ആത്മീക ശുശ്രൂഷയിൽ, all the barriers and all the kind of limitation, I break it right now. I receive it. എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. ഞാൻ ചാടിക്കടക്കും. എന്റെ ദീപത്തെ നീ കത്തിക്കുമ്പോൾ, എന്റെ അന്ധകാരം പ്രകാശമാകുമ്പോൾ, പറഞ്ഞ് overcoming, overcome all the situations. All the situations. You are going to overcome all the situations. Amen. ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളെയും നീ ചാടിക്കടക്കും. Amen. കത്തട്ടെ. How many people are facing different kinds of battles and the limitations to your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർ വിവിധ തരത്തിലുള്ള ആത്മീക യുദ്ധത്തിലൂടെയും പരിധികളിലൂടെയും പരിമിതികളിലൂടെയും പോകുന്നു? Thank you, Lord Jesus. Amen. എന്ന് ഈ സർവശക്തനാകുന്ന ദൈവം ആ സാഹചര്യത്തിന്റെ മധ്യയിൽ ആ കാൻഡിൽ, ആ ദീപത്തെ കത്തിക്കുമോ? Amen. ആ സെക്കൻഡിൽ എന്റെ അന്ധകാരം പ്രകാശമാണ്. Amen. പിന്നെ ഞാൻ അവിടെ നിൽക്കത്തില്ല. പിന്നെ ഞാൻ അവിടെ നിൽക്കത്തില്ല. പിന്നെ ഞാൻ അന്ധകാരത്തിൽ കടക്കത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, പിന്നെ ഞാൻ അന്ധകാരത്തിൽ കടക്കത്തില്ല. ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എന്താണ് ഈ മതിൽ ഞാൻ ചാടിക്കടക്കാനുള്ളതിന്റെ കാരണം? എൻ്റെ മുമ്പിൽ പരിധികളായി, ലിമിറ്റേഷനായി നിന്ന, റെസ്ട്രിക്റ്റ് ചെയ്ത് നിന്ന ചിലതിനെ ഞാൻ ഓവർകം ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്താണ്? നീ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ അന്ധകാരം ക്രിസ്തുവാകുന്ന വെളിച്ചം എന്നിൽ വന്ന് പ്രകാശിക്കുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ, തൻ്റെ പബ്ലിക് സർവീസ് ഓർ മിനിസ്ട്രി, യേശു കർത്താവ് എവിടെയാണ് ആരംഭിച്ചതെന്നറിയാമോ? പറഞ്ഞു, യേശു എവിടെയാണ് ആദ്യത്തെ അത്ഭുതം ചെയ്തത്? കാനാവിൽ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നു, ഗലീലയിലെ കാനാവിൽ. ആ ഒരു സ്ഥലമേ ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യേശു ആദ്യം ഗലീലയിലെ കാനാവിൽ പോയത്, അല്ലെങ്കിൽ ഗലീലയിലേക്ക് യേശു പോയത്? വേറെ എത്ര സ്ഥലങ്ങൾ ഇസ്രായേലിലുണ്ട്. ജെറുസലേം, വാവ്, നമ്മുടെ ഭാഷ പറഞ്ഞ ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ, ദ പ്ലേസ് ഓഫ് വർഷിപ്പ്, ദ പ്ലേസ് ഓഫ് ചർച്ച്, ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ നഗരം ജെറുസലേം. അവിടെ എങ്ങും യേശു പോകാതെ ആദ്യം യേശു കർത്താവ് ഗലീലയ്ക്ക് പോയതെന്താ? വാട്ട് ഈസ് ദ റീസൺ? അതൊരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. അവിടെ പോകാൻ പറ്റൂ. കാരണം മത്തായി സുവിശേഷം 4-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സെബുലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും. നിങ്ങൾക്ക് ടിവിയിൽ കാണാമെന്ന് ചിന്തിക്കുന്നു, ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ ഇടവന്നു. കാരണം ഐസയ ചാപ്റ്റർ 8-ൽ യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കുറിച്ച് ഇങ്ങനൊരു പ്രവചനം കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രവചനം ഇങ്ങനെയാണ് മത്തായി സുവിശേഷം 4-ന്റെ 14, 15, 16 കോട്ട് ചെയ്തിരിക്കുന്നത്.
സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം, പറഞ്ഞേ ജാതികളുടെ ഗലീല. ജാതികളുടെ ഗലീല. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം. ആരാണ് ഇരുട്ടിലിരുന്ന ജനം? ഗലീല. ഗലീല ആ സ്ഥലം ഇരുട്ട് പിടിച്ച സ്ഥലമായിരുന്നു, ഇരുളടഞ്ഞ ദേശമായിരുന്നു, ദൈവപ്രവർത്തികൾ അന്യപ്പെട്ടു പോയ സ്ഥലമായിരുന്നു. മത്തായി, മലാക്കി മുതൽ മത്തായി വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ മലാക്കി പ്രവചനത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു പേപ്പറെ കാണാൻ പറ്റും. ആരും മിണ്ടുന്നില്ല. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ തുറന്നു നോക്കിയാൽ മലാക്കി പ്രവചനത്തിനും മത്തായി സുവിശേഷത്തിനും ഇടയിൽ ഒരു പേപ്പറെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേപ്പറെ കാണാൻ പറ്റും. ആ ഒരു പേപ്പറിന്റെ ഇടയിൽ 400 വർഷമുണ്ട്. ഹല്ലേലൂയ. മലാക്കി മുതൽ മത്തായി വരെയുള്ള കാലഘട്ടം 400 വർഷത്തെ കാലഘട്ടമാണ്. മലാക്കി പ്രവാചകന് ശേഷം ആ ഒരു കാലഘട്ടത്തിന് ശേഷം പ്രവചന ശബ്ദങ്ങളും ദൈവശബ്ദങ്ങളും ദൈവിക ആലോചനകളും ദൈവിക ഇടപെടലുകളും അന്യപ്പെട്ടുപോയ ഒരു ടൈം പീരീഡിൽ, ഒരു കാലഘട്ടത്തിൽ 400 കൊല്ലങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ യേശു കർത്താവ് ദൈവപുത്രൻ ഈ ഇരുള് നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ താണഭൂമിയിലേക്ക് വരികയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ പരാമർശിച്ചിരിക്കുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. പൗലോസ് പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, അതിൽ യമനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇതിനകത്ത് വകുപ്പുകളൊന്നുമില്ല, വിഭാഗ്യതകളോ വിഭാഗങ്ങളോ മതങ്ങളോ ഇല്ല. ഞാൻ മർത്തോമക്കാരൻ, നിങ്ങൾ ഓർത്തഡോക്സുകാരൻ, ഞാൻ കത്തോലിക്കക്കാരൻ, ഞാൻ പെന്തിക്കോസുകാരൻ. നോ, ദൈവത്തിന് അങ്ങനെ വിഭാഗീയതകളില്ല. ഞാൻ ക്രിസ്ത്യാനി, ഞാൻ മുസൽമാൻ, ഞാൻ ഹൈന്ദവൻ. ദൈവത്തിന് വിഭാഗ്യതകളില്ല. ദൈവം എന്നെയും നിങ്ങളെ കാണുന്നത് മനുഷ്യരായിട്ടാണ്. മനുഷ്യരെ മനുഷ്യനായി കണ്ടതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. ദൈവം മതമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ സാത്താനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു എന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിലിരുന്ന ഗലീല, ജാതികളുടെ പട്ടണമായ ഗലീല, ബൈബിൾ പറയുന്നു വലിയൊരു വെളിച്ചം, വലിയ വെളിച്ചം മരണദേശത്ത്. ഈ വെളിച്ചം വന്നാൽ, ഞാൻ ഇത് പറയുമ്പോൾ ഇത് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ആത്മാവിൽ ഭയങ്കര ഒരു അധികാരം എനിക്ക് ഫീൽ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അധികാരം, ദൈവികമായ ഒരു അധികാരം ഫീൽ ചെയ്യുകയാണ്. ആ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് പറയുന്നു, ഈ വെളിച്ചം വെളിപ്പെട്ടാൽ മരണം മാറിപ്പോകും. Hallelujah. I receive it. We receive it. Amen. അങ്ങനെ ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. Amen. അപ്പൊ ഇവിടെ ഞാൻ നിന്നോണ്ടൊരു ദൂത് പറയാം. ദൈവപ്രവർത്തികൾക്ക് ഇനി ഒരു സാധ്യതയുമില്ല എന്ന് മനുഷ്യൻ പറഞ്ഞെടുത്താണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഒന്നുകൂടെ പറയാം, ഇത് മരണത്തിന്റെ ദേശമാണ്, ഇത് ഇരുട്ടിന്റെ ദേശമാണ്, ഇത് തകർന്ന ദേശമാണ്, ഇത് ജാതികളുടെ ദേശമാണ് എന്ന് മനുഷ്യൻ വിധി എഴുതി തള്ളിയ ഒരു പ്രദേശത്താണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഐ ആം റിലീസിംഗ് ദിസ് വേർഡ് ഓവർ ഹിയർ. ഈ വാക്കിനെ ഞാൻ ഇവിടെ റിലീസ് ചെയ്യുന്നു. ഇനി ഇതിനകത്തൊരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ആദ്യത്തെ വിടുതൽ കർത്താവ്. ഇനി ഇതിലൊരു ഡെലിവറൻസ് നടക്കുകയില്ല എന്ന് പറഞ്ഞതിനകത്തായിരിക്കും അവൻ ആദ്യത്തെ അത്ഭുതം. ഈ തലമുറ ഇനി നന്നാകുകയില്ല എന്ന് പറഞ്ഞതിന്റെ തലമുറയായിരിക്കും അവൻ സ്പർശിക്കുന്നത്. ഇനി ആ വഴി തുറക്കുകയില്ല എന്ന് പറഞ്ഞ വഴിയായിരിക്കും ഇന്ന് അവൻ തുറക്കുന്നത്. I receive it.
Hallelujah. Oh, Jesus. Thank you, Holy Spirit. Amen. Thank you, Jesus. കാരണം the reason is പക്ഷെ എപ്പോ വായിച്ചാലും ഇത് വായിക്കുമ്പോൾ I am feeling the power of God in my body. Amen. യെശയ്യാ 10:17 ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും Amen. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തും. ഒറ്റ ദിവസം കൊണ്ട് മുള്ളും പറക്കാരെ ദഹിപ്പിച്ചു കളയും. കത്തട്ടെ. Yes. 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 സ്വീകരിക്കുക. സ്വീകരിക്കുക.